നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ടാലിയിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ ലോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ലോൺ റീപേ ചെയ്യണത്, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ലോൺ റീപേ ചെയ്യണത്. അപ്പോൾ റീപേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻട്രസ്റ്റും കൂടിയിട്ടാണ് നമ്മൾ അടയ്ക്കുക. നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റും കൂടിയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ നമുക്ക് ടാലിയിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണോ വന്നിരിക്കുന്നത്, എന്നാണോ കൊടുക്കുന്ന ഡേറ്റ്, അതുവരെയുള്ള ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആണ് വന്നിരിക്കണം എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ടാലിയിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു കേസിലും ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ സെയിൽ ചെയ്തു. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ പാർട്ടി ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനെ പറയുന്നതാണ് ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഡേയ്സ് എന്ന് പറയും. ഇപ്പോൾ 30 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ 25 ദിവസത്തിനുള്ളിലോ പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് ഒരു കണ്ടീഷൻ പാർട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെയുള്ള ആ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഇൻട്രസ്റ്റും കൂടിയിട്ടാണ് റീപേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെപ്പുകൾ നമുക്ക് നോക്കണം. അപ്പോൾ ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് F11 പോയിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ F11 ഫീച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ അക്കൗണ്ടിങ് ഫീച്ചറാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അതിലെടുത്ത് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണും. അപ്പോൾ ഈ ഓപ്ഷനാണ് നമ്മൾ ഇവിടെ യെസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ തന്നെ വേറൊരു ഓപ്ഷൻ കൂടി കാണും, യൂസ് അഡ്വാൻസ്ഡ് പാരാമീറ്റേഴ്സ്. ഈ 2 ഓപ്ഷനും യെസ് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കമ്പനിയിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആക്ടിവേറ്റ് ചെയ്ത് വെക്കലാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലോൺ എടുക്കുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക ഇങ്ങനെയുള്ള സമയത്ത് അവിടെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് അറിയണമല്ലോ. അപ്പം നമുക്ക് മാനുവലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 വൗച്ചർ ടൈപ്പുകളുടെ ഹെൽപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒന്ന് ക്രെഡിറ്റ് നോട്ടും അതേപോലെ തന്നെ ഡെബിറ്റ് നോട്ടും. കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് നോട്ട് എന്നുള്ള വൗച്ചർ ടൈപ്പിൽ പോയിട്ടാണ് ക്ലാസ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. എന്താ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഓൾറെഡി ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ഇനി അതിൽ കൂടെ കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വീണ്ടും ക്രെഡിറ്റ് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണ എൻട്രി വരിക ബൈ ഇൻട്രസ്റ്റ് ടു പാർട്ടി. അപ്പോൾ എപ്പോഴും പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ചാർജബിൾ എൻട്രി ഉണ്ടായിരിക്കണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് നോട്ടിലാണ് ക്ലാസ് സെറ്റ് ചെയ്യേണ്ടത്. എന്താ കാരണം വെച്ചാൽ നമ്മുടെ ബുക്കിൽ നമ്മുടെ പാർട്ടിയെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യണത്. കാരണം ഓൾറെഡി ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. ഇനി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ആഡ് ചെയ്യല്ലേ ചെയ്യുക. ഇനി കിട്ടാനുള്ളതാണെന്നുണ്ടെങ്കിലോ ഡെബിറ്റ് നോട്ടിലാണ് ക്ലാസ് സെറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, ബൈ പാർട്ടി ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അപ്പോൾ പാർട്ടി നമ്മുടെ ബുക്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. അപ്പോൾ ആ എക്സാമ്പിൾ എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1-ാം തീയതി നമ്മൾ ടുക്ക് എ ലോൺ ഫ്രം SIB ബാങ്ക് ഫോർ ₹1 lakh അറ്റ് 12% ഇൻട്രസ്റ്റ്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞപ്പോൾ 12% ഇൻട്രസ്റ്റിലാണ് ലോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ എൻട്രി നമുക്ക് ടാലിയിൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടാലി സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ റെസിപ്റ്റിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ലോൺ എടുക്കുകയാണല്ലോ ചെയ്തത്, അതുകൊണ്ട് റെസിപ്റ്റിലാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ റെസിപ്റ്റാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ Alt+C അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. SIB ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അണ്ടർ എന്താണ് കൊടുക്കേണ്ടത്, ലോൺസ് ലയബിലിറ്റിയാണ്, നമ്മളുടെ ബാധ്യതയാണത്. ലോൺസ് ലയബിലിറ്റി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കും ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മളവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആ ഓപ്ഷൻ വരും. അപ്പോൾ എന്താണ്, നമ്മളിവിടെ എസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ ഇത് എസ് കൊടുക്കണം. ഇത് എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചോദിക്കും. അപ്പോൾ ഇവിടെ ചോദിക്കും ഫോർ എമൗണ്ട് ആഡഡ്
നമുക്ക് എമൗണ്ട് ആഡ് ചെയ്യാണല്ലോ വേണ്ടത്, അതുകൊണ്ട് നമ്മളിവിടെ യെസ് കൊടുത്തു. അത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 12% ആണ് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ 12% കൊടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും പാരാമീറ്റർ, ഇൻട്രസ്റ്റ് സ്റ്റൈല്, ഏതിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടത്. ഇപ്പോൾ 30 ഡേ മന്ത് ഉണ്ട്, 365 ഡേ ഇയർ ഉണ്ട്, കലണ്ടർ മന്ത് ഉണ്ട്, കലണ്ടർ ഇയർ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത് വൈസ് ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് 30 ഡേ മന്ത് കൊടുക്കാം. അല്ല ഡേയ്സ് ആയിട്ട് തന്നെ അക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 365 ഡേ ഇയറിലേക്കാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. കലണ്ടർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കലണ്ടർ മന്തിനനുസരിച്ചിട്ട്, കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ ഇയറിന് അനുസരിച്ചിട്ട്. അപ്പോൾ കലണ്ടർ മന്ത് പറയുമ്പോൾ ചിലപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ചിലപ്പോൾ 30, 31, 28 അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡേയ്സ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്, 365 ഡേ ഇയറിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ഓൾ ബാലൻസസ്. അപ്പോൾ നമുക്കിവിടെ ഓൾ ബാലൻസസിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടത്. കാരണം ക്രെഡിറ്റ് ബാലൻസ് ഓൺലി ഉണ്ടാവും, ഡെബിറ്റ് ബാലൻസ് ഓൺലി ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഓൾ ബാലൻസ് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അത് എത്രയാണ് എമൗണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എൻ്റർ അടിച്ചു. അടുത്തത് ഇവിടെ ചോദിക്കും നമുക്ക് അപ്ലിക്കബിൾ ഫ്രം, നമുക്കിവിടെ എന്നാണ് അപ്ലിക്കബിൾ ആവേണ്ടത്. ഇപ്പോൾ നമുക്ക് 1 ഏപ്രിലാണ് നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 ഏപ്രിൽ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ 2 എത്ര ദിവസത്തേക്കാണെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കാം. പക്ഷേ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്തോടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തൊരു പീരീഡിലേക്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്തു വെച്ചാൽ നമുക്ക് അതിവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ ബാങ്കൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഓരോ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളവിടെ ആ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു വർഷം വരെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ഇത്രയാണ്, ഇത് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവർ അജണ്ടയിൽ അത് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ എമൗണ്ട് കൊടുക്കാം. അപ്പോൾ 1 lakh ലോണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ 1 lakh എന്നുള്ളത് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി ഡെബിറ്റ് എന്നുള്ളിടത്ത് എന്താണ് കൊടുക്കേണ്ടത്, SIB ബാങ്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ SIB ബാങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. SIB ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നരേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്തു. നമ്മൾ ഈ എൻട്രി നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്തു വെച്ചു. അപ്പോൾ നമ്മൾ ഈ എൻട്രി ചെയ്യേണ്ടത് 1/4 ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഡേറ്റ് മാറ്റി കൊടുക്കാം, 1/4 കൊടുക്കാം. നമ്മൾ ഈ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് എന്താണ് പറഞ്ഞിരിക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ അടുത്തത് പറഞ്ഞിരിക്കണം ഇവിടെ 1/6 നമ്മൾ ലോണ് റീപേ ചെയ്യുന്നു. എത്രയാണ് ഇൻസ്റ്റാൾമെൻറ്റ്, ഇപ്പോൾ 10,000 ആണ് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് അറിയണം ഓട്ടോമാറ്റിക്കായിട്ട്, എന്നാലല്ലേ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ലോണ് റീപേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടാലിയിലേക്ക് വരാം. ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് നോട്ടിൽ പോയിട്ടാണ് ഒരു എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് നോട്ടിൽ അപ്പോൾ ടാലിയിൽ എന്തും ഓട്ടോമാറ്റിക്കായിട്ട് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിലാണോ വരേണ്ടത് അതിലൊരു ക്ലാസ് സെറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഫസ്റ്റിലെ ക്രെഡിറ്റ് നോട്ട് പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റിലെ F11 പോകേണ്ടത്. അതിൽ അക്കൗണ്ടിങ് ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇതിൽ നമ്മൾ ക്രെഡിറ്റ്, കാരണം പാർട്ടിക്ക് ഓൾറെഡി ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്യണമെങ്കിൽ എന്താണ്, അതിനെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ആകുമ്പോൾ എന്തായിരിക്കും എൻട്രി വരിക, ബൈ ഇൻട്രസ്റ്റ് ടു പാർട്ടി. അപ്പോൾ നമ്മുടെ ബുക്കിൽ നമ്മൾ പാർട്ടിയെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ക്രെഡിറ്റ് നോട്ടിൽ പോയിട്ടാണ് ഒരു ക്ലാസ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് നോട്ട് ആദ്യം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റിലെ F11 പോകേണ്ടത്. അതിൽ അക്കൗണ്ടിങ് ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇതിൽ നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് എന്നുള്ള ഓപ്ഷൻ ആദ്യം ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, നമുക്ക് ഇവിടെ യൂസ് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടും. നമുക്ക് ഇവിടെ യെസ് കൊടുക്കാം. ഇത് യെസ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി ക്രെഡിറ്റ് നോട്ട് സെലക്ട് ചെയ്തെടുത്തിട്ട് അവിടെയാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അക്കൗണ്ട്സ് ഇൻഫർമേഷൻ എടുത്തു, അതിൽ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിൽ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിൽ ക്രെഡിറ്റ് നോട്ട്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് എന്നുള്ള വൗച്ചർ ടൈപ്പ് ഓൾറെഡി ഉണ്ട്, അത് സെലക്ട് ചെയ്തെടുത്താൽ മതി. ക്രെഡിറ്റ് നോട്ട് എടുത്തു. ഇവിടെ നമുക്ക് നെയിം ഓഫ് ക്ലാസിൻ്റെ അവിടെ ഇവിടെ നമ്മൾക്ക് ഒരു ക്ലാസ് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും യൂസ് ക്ലാസ് ഫോർ ഇൻട്രസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ക്ലാസ്സിനെ ആക്ടിവേറ്റ് ചെയ്യണോ, യെസ് കൊടുത്തു.
അപ്പോൾ ഇവിടെ ചോദിക്കും എമൗണ്ട്സ് ടു ബി ട്രീറ്റഡ് ആസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എസ് കൊടുക്കാം. ഇത് കൊടുത്തതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പം നമ്മൾ ക്രെഡിറ്റ് നോട്ടിൽ പോയിട്ട് ഒരു ക്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്രെഡിറ്റ് നോട്ടിലാണ് ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരിക. എന്നാൽ മാത്രമാണ് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട യാതൊരു വിധ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് റീപേ ചെയ്യുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് റിപ്പോർട്ടിൽ പോയിട്ട് നോക്കാം. അപ്പോൾ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് എടുക്കേണ്ടത്. അതിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എടുത്തു. അതിൽ നമ്മൾ കൊടുക്കുകയാണല്ലോ ചെയ്യണത്, അതുകൊണ്ട് ഇൻട്രസ്റ്റ് പേയബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഇപ്പോൾ 1 April to 31 March മാർച്ചാണ് നമ്മൾ ഇൻട്രസ്റ്റ് റീപേ ചെയ്യണത് എന്താണ്? 1/6 അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഡേറ്റ് കൊടുക്കാം. Alt F2 അടിച്ചിട്ട് 14 to 1/6 നമുക്ക് അടിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ലോൺസ് ലയബിലിറ്റി വന്നിട്ടുണ്ട് 2038 രൂപ 36 പൈസയാണ് ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഏത് മുതൽക്ക് ഏത് വരെ? 1 April to 1 June വരെ ഈ എമൗണ്ടാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിരിക്കണം എന്നുള്ളത് നമുക്ക് ഇവിടെ വെച്ചിട്ട് അറിയാൻ പറ്റും. ഇനി നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ എൻട്രിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ ചാർജബിൾ എൻട്രി ചെയ്യണം. കാരണം ഈ എമൗണ്ട് ലോണിലേക്ക് ആഡ് ചെയ്തിട്ട് വരണം. 1 lakh ആയിരുന്നു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1 lakhന്റെ കൂടെ നമുക്ക് എന്താണ് ഈ എമൗണ്ട് കൂടി മെർജ് ചെയ്തിട്ട് വരണം. അങ്ങനെ മെർജ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് നോട്ടിൽ പോയിട്ട് ഒരു ക്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എൻട്രി ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് വരും. അപ്പോൾ എസ്കേപ്പ് ചെയ്ത് പോയിട്ട് നമുക്ക് അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മുടെ ഇവിടെ വെച്ചിട്ട് ക്രെഡിറ്റ് നോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ബാങ്ക് ലോൺ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ബാങ്ക് ലോൺ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് SIB ബാങ്ക് ലോൺ സെലക്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 1 lakh മാത്രമാണ് കാണുള്ളൂ. പക്ഷേ നമ്മൾക്ക് ആക്ച്വലി എന്താണ് ഇൻട്രസ്റ്റും കൂടി ഇതിലേക്ക് മെർജ് ചെയ്ത് വരണം, എന്നാലല്ലേ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് മെർജ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് നോട്ടിൽ പോയിട്ട് ക്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ക്രെഡിറ്റ് നോട്ടിൽ പോയിട്ട് എൻട്രി ഇട്ട് കഴിഞ്ഞാലാണ് ഇതിലേക്ക് എമൗണ്ട് കൂടിയിട്ട് മെർജ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റ് നോട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ റൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് നോട്ടിൻ്റെ കീ ഇവിടെ കിട്ടും. Ctrl F8 അടിച്ചാൽ ക്രെഡിറ്റ് നോട്ട് ആക്റ്റീവ് ആവും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾക്ക് Ctrl F8 സെലക്ട് ചെയ്തിട്ടെടുക്കാം. ക്രെഡിറ്റ് നോട്ട് എടുത്തു. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്, നമ്മളൊരു ഇൻട്രസ്റ്റ് പറഞ്ഞിട്ട് ക്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ് മാറ്റലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് June 1 കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് June 1 കൊടുക്കാം. 1/6 കൊടുത്തു. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇനി ഇവിടെ നമ്മൾ ക്രെഡിറ്റ് എന്നുള്ളിടത്താണ് നമ്മൾ പാർട്ടിയുടെ പേരടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും SIB ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര എണ്ണത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എമൗണ്ട് ആക്റ്റീവായിട്ട് കാണും. നമ്മൾ അവിടെ കണ്ടിട്ടുള്ള എമൗണ്ട് തന്നെ റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ള എമൗണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ട് വന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റും കൂടിയിട്ട് ഈ ലോണിലേക്ക് മെർജ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്നാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ് കാണിക്കേണ്ടത്. നമ്മളിവിടെ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്നുള്ള ലെഡ്ജർ ഇവിടെ കാണിച്ചു. ഇത് ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ 10,000 ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റുമാണ് കൊടുക്കുന്നത്. നമുക്ക് വീണ്ടും ടാലി സെലക്ട് ചെയ്തിട്ടെടുക്കാം. പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ബാങ്ക് ലോൺ സെലക്ട് ചെയ്തിട്ടെടുക്കാം. SIB ബാങ്ക് ലോൺ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് മൊത്തം ഇത്രയാണ് കൊടുക്കാനുള്ളത്. ഇതിനോട് കൂടിയിട്ട് നമ്മൾ എന്താണ് 10,000 പ്ലസ് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എത്രയാണ് എമൗണ്ട് വരിക? 10,000 പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര രൂപയാണ്? 2038 രൂപ 76 പൈസയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് 36 പൈസയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തം എത്രയായിട്ടാണ് എമൗണ്ട് വരിക? 12,038.36 ഇൻട്രസ്റ്റ് വരിക. എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇനി കൊടുക്കാനുള്ള എമൗണ്ട് പറഞ്ഞത് എത്രയാണ്? 90,000 ആണ്. ഇനി അടുത്ത മാസം വീണ്ടും എന്താണ് 10,000 ഇൻസ്റ്റാൾമെൻറ്റ്. ഈ 10,000 മുകളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഈ ലോണിൻ്റെ എമൗണ്ട് കഴിയോളം ഈ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നില്ലായിട്ട് പോകും. ഇനി നമ്മളിവിടെ ക്രെഡിറ്റ് എടുത്തു. ഇവിടെ നമ്മൾ ചെക്കായിട്ടാണ് എമൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക്
ബാങ്കിൻ്റെ പേരടിക്കാം. ഇപ്പോൾ SBI ബാങ്ക് അടിച്ചു, നമ്മൾ ചെക്കായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ എൻട്രി അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുക ലോണിൻ്റെ കാര്യത്തിൽ. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ടുണ്ട്. പർച്ചേസിൻ്റെ കാര്യത്തിൽ കൂടി നമുക്ക് നോക്കാം, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1/6 പർച്ചേസ്ഡ് ഗുഡ് ഫ്രം സിതാര ഏജൻസീസ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പർച്ചേസ്ഡ് ഗുഡ് ഫ്രം സിതാര ഏജൻസീസ് ഫോർ ₹50,000 ഇൻ ഇൻവോയ്സ് നമ്പർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദേ അലൗഡ് എ ക്രെഡിറ്റ് പീരീഡ് ഓഫ് 30 days ആൻഡ് 2 days ഗ്രേസ് പീരീഡ്. അവർ 30 ദിവസം ക്രെഡിറ്റ് പീരീഡും പിന്നെ ചില ആൾക്കാരാണെന്നുവെച്ചെങ്കിൽ ഒരു 2 ദിവസം ഗ്രേസ് പീരീഡ്, കാരണം ഒരു അലവൻസ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ 32ാമത്തെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. ആഫ്റ്റർ ദ ക്രെഡിറ്റ് പീരീഡ് ആൻഡ് ദ ഗ്രേസ് പീരീഡ് ദേ ചാർജ് 6% ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട്. ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് 1/8 പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റും കൂടിയിട്ട് ഫുൾ സെറ്റിൽമെൻ്റ് ആയിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ടാലി സെലക്ട് ചെയ്തിട്ടെടുത്തു. പർച്ചേസിലാണ് ഫസ്റ്റിൽ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു, പർച്ചേസ് എടുത്തു. നമ്മളിവിടെ ഇൻവോയ്സ് നമ്പർ, അപ്പോൾ നമുക്കിവിടെ ഇൻവോയ്സ് നമ്പർ എത്രയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ഇൻവോയ്സ് നമ്പർ പറഞ്ഞിരിക്കുന്നത് 65,242 ആണ്. അപ്പോൾ ഇവിടെ ഇൻവോയ്സ് നമ്പർ കൊടുത്തു, 65,242 കൊടുത്തു. ഇവിടെ പാർട്ടിയുടെ പേര് ക്രിയേറ്റ് ചെയ്യാം, സിതാര ഏജൻസീസ്, സിതാര ഏജൻസി. എൻ്റർ അടിച്ചു. അണ്ടർ സൺട്രി ക്രെഡിറ്ററിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. അണ്ടർ സൺട്രി ക്രെഡിറ്റർ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ അവിടെ എസ് കൊടുക്കാം. ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എസ് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ള ഓപ്ഷനും എസ് കൊടുക്കണം. പാർട്ടിയുടെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഓപ്ഷൻ എസ് കൊടുക്കണം, എന്നാൽ മാത്രമാണ് ഇൻട്രസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ട് വരുള്ളൂ. എസ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ട്രാൻസാക്ഷൻ ബൈ ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ ബേസിലായിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണോ വേണം, എസ് കൊടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും ഓവർറൈഡ് പാരാമീറ്റേഴ്സ് ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ. നമുക്ക് ഇവിടെ നമുക്ക് എസ് കൊടുത്തു. അവിടെ ചോദിക്കും ഓവർറൈഡ് അഡ്വാൻസ്ഡ് പാരാമീറ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യണോ. അപ്പോൾ നമുക്ക് ഇവിടെയും എസ് കൊടുക്കാം. ഇവിടെ ചോദിക്കും ഫോർ എമൗണ്ട് ആഡഡ്. അപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിലാണല്ലോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇവിടെ എസ് കൊടുത്തു. ഇവിടെയാണ് നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഇവിടെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 6% ആണ് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 6% അടിച്ചു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 365 ഡേ ഇയർ എന്നുള്ളത് അടിച്ചു. ഇപ്പോൾ ഇവിടെ ഓൾ ബാലൻസസ് അടിച്ചു. ഇനി ഇവിടെയാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. എന്താണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? 30 ദിവസം ക്രെഡിറ്റ് പീരീഡും പറഞ്ഞിട്ടുണ്ട്, 2 ദിവസം ഗ്രേസ് പീരീഡും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ടാലി സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് ഡ്യൂ ഡേറ്റും ഗ്രേസ് ഡേയ്സും തന്നിട്ടുണ്ടല്ലോ. അതായത് 30 ദിവസം ഡ്യൂ ഡേറ്റും പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് 2 ദിവസം ഗ്രേസ് ഡേയ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കുന്ന കണ്ടീഷൻ പറയുന്നത് പാസ്റ്റ് ഡ്യൂ ഡേറ്റ് ആണ് എടുക്കേണ്ടത്. ഡ്യൂ ഡേറ്റും ഗ്രേസ് ഡേയ്സും തന്നു കഴിഞ്ഞാൽ ഏതെടുക്കണം? പാസ്റ്റ് ഡ്യൂ ഡേറ്റ് എടുക്കണം. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഗ്രേസ് ഡേയ്സ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 2 ദിവസം ഗ്രേസ് ഡേയ്സ് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. ഡ്യൂ ഡേറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് 30 ദിവസം ഡ്യൂ ഡേറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾവേസ് ആണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഡ്യൂ ഡേറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഇവിടെ നമ്മൾ ഓൾവേസ് സെലക്ട് ചെയ്തിട്ട് എടുക്കുക. ഇവിടെ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ചിലപ്പോൾ ട്രാൻസാക്ഷൻ നടന്ന അന്ന് മുതൽ തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നാണോ ട്രാൻസാക്ഷൻ നടന്നത് പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലിക്കബിലിറ്റിയിൽ ഓൾവേസ് സെലക്ട് ചെയ്തിട്ടെടുക്കുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത് ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഡ്യൂ ഡേറ്റും ഗ്രേസ് ഡേയ്സും തന്നു കഴിഞ്ഞാൽ ഏതാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്? പാസ്റ്റ് ഡ്യൂ ഡേറ്റ് എടുത്തു. ഇവിടെ ഗ്രേസ് ഡേയ്സിൽ 2 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ഏതാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്? അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുക്കുന്നത് ഡേറ്റ് ഓഫ് ആപ്ലിക്കബിലിറ്റിയാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. ഡ്യൂ ഡേറ്റും ഗ്രേസ് ഡേയ്സും തന്നു കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് ഓഫ് ആപ്ലിക്കബിലിറ്റിയാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. നമുക്ക് ഇത്രയും അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്യാം. എൻ്റർ അടിച്ചു. ഇവിടെ പർട്ടിക്കുലേഴ്സിൽ പർച്ചേസ് കൊടുക്കാം. ഇവിടെ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ 50,000 ആണ്. അപ്പോൾ ഇവിടെ എമൗണ്ട് കൊടുക്കാം. 50,000 കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെയാണ് നമ്മൾ ക്രെഡിറ്റ് ഡേയ്സ് കൊടുക്കേണ്ടത്. അതായത് 30 ദിവസം ക്രെഡിറ്റ് ഡേയ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 32ാമത്തെ ദിവസം മുതൽക്കാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ 30 ഡേയ്സ് കൊടുത്തു. നമ്മൾ എൻ്റർ അടിച്ചു.
അപ്പോൾ ഇവിടെ വീണ്ടും ഓപ്ഷൻ കാണിക്കും, ഇൻട്രസ്റ്റ് പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത് കൊടുത്തതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഇവിടെ നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഈ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ വൈസ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് സെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇൻട്രസ്റ്റ് സെറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാറ്റിനും വരും. നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ മുകളിലും നമുക്ക് ചേഞ്ച് ചെയ്ത് വരണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ വേറെ ഒന്നും കൊടുക്കുന്നില്ല, ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇത് എൻ്റർ അടിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഡേറ്റ് 1/6 നമ്മൾ പർച്ചേസിൻ്റെ എൻട്രി നമ്മൾ ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് അടുത്തത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. 1/8 പേയ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സിതാര ഏജൻസിക്ക് ഈ ഫുൾ സെറ്റിൽമെൻറ്റ് ഇൻട്രസ്റ്റോട് കൂടിയിട്ടുള്ള എമൗണ്ട് കൊടുക്കണം. അപ്പോൾ 32ാമത്തെ ദിവസം മുതൽക്കാണ് നമുക്ക് ചാർജ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ജൂൺ 1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 7ാമത്തെ മാസത്തിന് മുതൽക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് കൊടുക്കും. നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്നാണ് 8 മാസത്തിലാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ടാലി എടുത്തു. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് നോട്ടിൽ പോയിട്ട് ഇൻട്രസ്റ്റിൻ്റെ എൻട്രി ചെയ്യണം, എന്നാലല്ലേ ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ക്രെഡിറ്റ് നോട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. Ctrl F8 അടിച്ചു. ഇവിടെ ഇൻട്രസ്റ്റ് പെയ്ഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡേറ്റ് മാറ്റണം. എന്നാണ് കൊടുക്കേണ്ടത്? 8ാം മാസത്തിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 1/8 സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് പാർട്ടി വന്നു. ഇവിടെ ഏത് പാർട്ടിയാണ്? സിതാര ഏജൻസിയാണ്. സിതാര ഏജൻസി എടുത്തു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ 3 ജൂലൈ മുതൽക്കാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. കാരണം എന്താണ്? 30 ദിവസം 2 ദിവസം ഗ്രേസ് ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 3-ാം തീയതി മുതൽക്ക് 30 ദിവസത്തേക്കാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് പറയുന്നത് 246.58 ആണെന്നുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. ഇവിടെ ബൈ എന്നുള്ളടത്ത് എന്താണ് കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് പെയ്ഡ്. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട്. നമുക്കിവിടെ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്നുള്ള ലെഡ്ജറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ പാർട്ടിയുടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 50,000 ആയിരുന്നു പർച്ചേസ് ചെയ്തിട്ടുള്ള എമൗണ്ട്, അതിനോട് കൂടി ഇൻട്രസ്റ്റും കൂടിയിട്ട് മർജ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നരേഷൻ കൊടുത്തതിന് ശേഷം ഈ എൻട്രി സേവ് ചെയ്തു. ഇനി പേയ്മെൻറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. സിതാര സെലക്ട് ചെയ്തിട്ടെടുത്തു. സിതാര ഏജൻസി സെലക്ട് ചെയ്തിട്ടെടുത്തു. ഫുൾ സെറ്റിൽമെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ അടിയിലുള്ള ഈ കറണ്ട് ബാലൻസ് മൊത്തം നമ്മൾ അടിച്ചു കൊടുക്കണം. 50,246.58 50,246.58 അടിച്ചു കൊടുത്തു. എൻ്റർ അടിച്ചു. എഗെയിൻസ്റ്റ് റെഫറൻസ് എടുത്തു. ബിൽ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എൻ്റർ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ ബാലൻസ് ഇവിടെ 0 ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിവിടെ ചെക്കായിട്ട് നമുക്ക് എമൗണ്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. SIB ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് സേവ് ചെയ്തു. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ ലോൺ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും പർച്ചേസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും രണ്ടും 2 തരത്തിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.